ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. നോമ്പ് തുടങ്ങി രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. 13 നോമ്പായി, പക്ഷേ അറിഞ്ഞതുപോലുമില്ല. പിന്നെ ക്ലൈമറ്റും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ ക്ഷീണമൊന്നും അറിയുന്നില്ല. എല്ലായിടവും എനിക്ക് അറിയില്ല, ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, ചൂടൊന്നും വലുതായിട്ടില്ല. പൊതുവേ എനിക്ക് പെട്ടെന്ന് തണുക്കുന്ന ഇതാണ്. കാരണം പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പവർ തീരെ കുറവാണ്. കാണുന്ന മാതിരിയല്ല, ഇമ്മ്യൂണിറ്റി പവർ ഇല്ല. അത് കാരണം പെട്ടെന്ന് തണുക്കും ശരീരം. ഫാൻ പോലും മിക്കവാറും ഞാൻ യൂസ് ചെയ്യത്തില്ല, അതുപോലെ എനിക്ക്. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് പൊതുവേ ക്ലൈമറ്റ് ഇപ്പം നല്ല അനുകൂലമായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഓൺ വോയിസ് ഇടുമ്പം എനിക്ക് നല്ല റെസ്പോണ്ടിങ്, എനിക്ക് ഭയങ്കര സന്തോഷം. എന്നും ഇല്ലാത്ത മാതിരിയുള്ള ഒരു ഹാപ്പിനെസ്. കാരണം വീഡിയോ മാത്രമേ ഞാൻ ഇടത്തുള്ളായിരുന്നു. പിന്നെ ഇടയ്ക്കിനി എന്തെങ്കിലും ആരെങ്കിലും ഒരു ബാഡ് കമൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ ഓൺ വോയിസ് വരത്തുള്ളായിരുന്നു. പക്ഷേ 2 ദിവസം കൊണ്ട് എന്തോ ഞാനിങ്ങനെ ഓൺ വോയിസ് ഇട്ടപ്പം എല്ലാവരുടെ എന്താണ് പറയുന്നത്, എല്ലാവരും എന്നോട് ഇങ്ങോട്ട് തിരിച്ച് കമൻ്റ് ഇടുക, ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വലിയ ബാഡ് കമൻസ് ഒന്നും എനിക്ക് വന്നില്ല. ബാഡ് കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, റമദാൻ മാസമല്ലേ, അടങ്ങിയിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചാൽ അതേ ഉള്ളൂ ചോദിച്ചേക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും വലിയതായിട്ട് വന്നില്ല. കാരണം നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യുന്നില്ല. പിന്നെ റമദാൻ മാസം അല്ലേ എന്ന് ചോദിച്ചവരോട് ഞാൻ പറയുന്നത്, ഞാൻ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യുന്നില്ല. ആർക്കും മോശമായിട്ടോ ആർക്കും ദോഷമായിട്ടോ സംഭവിക്കുന്ന ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ സംസാരിക്കും. നമ്മൾ പൊതുവെ നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്നില്ലേ, നമ്മളിപ്പോൾ വെളിയിലുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ കൂട്ടാനാണ് ഞാനിപ്പോൾ ഇതിനകത്ത് അംഗങ്ങളെ കണ്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ മോശമായിട്ട് കാണാതിരിക്കുക. പിന്നെ നമ്മൾ ഇപ്പം ചോദിക്കൂ, അവള് വലിയ അറിവുള്ള വ്യക്തി. അയ്യോ അല്ല, ഞാനൊന്നും ഒന്നുമില്ല എന്നല്ല, എനിക്കൊക്കെ ഒന്നും അറിയത്ത് പോലും ഇല്ല. നമ്മളിങ്ങനെ കണ്ടും കേട്ടും എന്തെങ്കിലും പറയുന്നെങ്കിലേ ഉള്ളൂ. പിന്നെ കൂടുതലും ഒരു സന്തോഷം എന്ന് പറയാൻ, ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് ഒരുപാട് പേര് സന്തോഷത്തോടെ എന്നോട് പറയാറുണ്ട്, സീന ഭയങ്കര ഹാപ്പിയാ നിന്റെ വീഡിയോ കാണുമ്പം. അത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് സ്ത്രീകൾ പറയുമ്പോഴാണ് സന്തോഷം വരുന്നത്. എന്താണെന്നറിയോ, പുരുഷന്മാരാകുമ്പോഴത്തേന് പൊതുവേ സ്ത്രീകൾ വീഡിയോ ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാലോ അതിനകത്ത് വേറെ വലിയ ഗുണമില്ലെങ്കിലും അവര് നല്ലതാ കൊള്ളാം കേട്ടോ ഇങ്ങനെ പറയും. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേറൊരു സ്ത്രീയോടും നീ നല്ല രീതിയിൽ വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ നീ നല്ല രീതിയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ നിന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെന്ന് പറയില്ല, പൊതുവേ പറയാറില്ല. എൻ്റെ ഒരിതാണ് പറയുന്നത്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, അങ്ങനെ ആരും അങ്ങനെ പറയാറില്ല. പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും കേട്ടോ. ഇനിയിപ്പോൾ ആരായാലും ഞാൻ നല്ലത് കാണിച്ച് ഞാൻ നല്ലതാണെന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ മോശമായിട്ട് കാണിച്ചാൽ പെട്ടെന്ന് കയറി ഞാൻ മോശമൊന്നും പറയത്തില്ല. കാരണം അവരുടെ മനസ്സിനകത്ത് എങ്ങനെ ഹർട്ട് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് പേടി, അങ്ങനെ സംസാരിക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ആയാലും എനിക്കിതിന് മുമ്പേ എനിക്ക് ഒരുപാട് പേര് എന്നെ സീന ഭയങ്കര എന്താ പറയുന്ന, എനിക്ക് സീനയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സീനയുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിമാരും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ കാരണം മറ്റുള്ളവർക്ക് അത് സന്തോഷം കിട്ടുന്നത്, അത് നമുക്ക് എന്താ അറിയോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പരസ്പരം ഭയങ്കര വിദ്വേഷമാണ്. ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് ഇഷ്ടമല്ല, ഒരാൾ നല്ലതുപോലെ നടക്കുന്നത് നേരെ നോക്കി ചിരിക്കും, അങ്ങോട്ട് മാറുന്നിട്ട് പറയും ഇതോ കണ്ടില്ലേ അവിടെ നടപ്പ് കണ്ടില്ലേ, ഇങ്ങനെ പറയൂ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ കാണുക, കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെ. കാരണം ഇന്നിപ്പം ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത്, നാളെ ഇതേ സമയം ഇതുപോലെ സംസാരിക്കാൻ ഞാൻ ജീവനോട് ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം മേളിലിരിക്കുന്ന പടച്ച തമ്പുരാനാണ് അതെല്ലാം നമുക്ക് വിധി എഴുതുന്നത്, നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ആ ഓരോ നിമിഷം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. നമ്മളിപ്പം അതായത് മനസ്സിനകത്ത് നിറച്ച് പക വെച്ചുകൊണ്ട് മരിച്ചു പോയുള്ള അവസ്ഥ എന്താ, എന്ത് ചെയ്യാനോ, നമ്മുടെ മനസ്സിനകത്ത് ആ പക അവിടെ ഇരിക്കും. നമ്മളെ പറഞ്ഞത്, ഞങ്ങൾ പറയും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരിച്ച ശരീരം പൊങ്ങത്ത് പോലും ഇല്ല, അത്രയും പകയും വെച്ച് എന്തോ കാര്യത്തിന് ആ പകയൊക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടെ എല്ലാവരോടും ഒരു ചെറിയ പുഞ്ചിരി, അത് മതി. എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു വട്ടമേ, നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഞാൻ എല്ലാവരോടും, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂള് വരെയും, അതായത് ഒരു 8th അവസാനമൊക്കെ ആയപ്പോഴാണ് സൈക്കിളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ഞാൻ പഠിച്ചത് കായംകുളം സെന്റ് മേരീസ് സ്കൂളിലാണ്. വരെയും വണ്ടിക്കകത്തായിരുന്നു എന്നെ വിട്ടുകൊണ്ടിരുന്നത്. വാപ്പിച്ചാക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ കിടന്ന് ബഹളം വെച്ച് അങ്ങനെ 8th അവസാനം ആയപ്പോഴത്തേന് സൈക്കിളിലാണ് പോകുന്നത്.
അപ്പം ഈ സൈക്കിളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം തൊട്ട് സ്കൂൾ വരെ ഞാൻ ചിരിച്ച മുഖത്തോടാണ് പോകുന്നത്. വേറൊന്നുമല്ല, എല്ലാവരെയും വാപ്പിച്ചായും എൻ്റെ ബ്രദറിനെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പൊതുവേ അപ്പം ഞാൻ ഇന്ന വീട്ടിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ചിലപ്പോൾ നോക്കി ചിരിക്കും. അപ്പം ഞാൻ എന്തെടുക്കും, എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. തിരിച്ച് വീട്ടിൽ വരുമ്പോഴും സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഇവിടം വരെ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ പഠിച്ച സ്കൂളിൽ ചെന്നപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഒരു സിസ്റ്റർ കേട്ടോ, കാൻഡിഡ സിസ്റ്റർ എന്ന് പറയും. അപ്പം സിസ്റ്റർ ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ എൻ്റെ ഫേസിൽ വലിയ മാറ്റമൊന്നും വന്നില്ല, വണ്ണം വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയുകയാണ്, ഞങ്ങളുടെ അവിടെ ഒരു മാവുണ്ടായിരുന്നു സ്കൂളിൽ, ആ മാവിന് അവിടെ ചുവട്ടിൽ കയറി നിന്ന് നീ നിന്നൊന്ന് ചിരിച്ചാൽ മതി, നിന്നെ ചിലപ്പം മനസ്സിലാകും പെട്ടെന്ന്. കാരണം എൻ്റെ ചിരി എന്ന് പറയുന്ന എല്ലാവരും അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അത്. കാരണം നമുക്കൊന്ന് ചിരിച്ചാൽ എന്ത് നഷ്ടപ്പെടും? നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചേ, ഒരു ചിരി കൊണ്ട് എന്ത് നഷ്ടപ്പെടാനാ? പക്ഷെ ഒരു ചിരി കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാകുമെന്നറിയാമോ? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം എൻ്റെ ഓപ്പോസിറ്റ് വന്ന ഒരു വ്യക്തി, ഞാനിങ്ങ് ചിരിച്ച്, അപ്പോൾ എന്നെ നോക്കി ചിരിച്ചില്ല. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി പോയി. എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ, ഞാൻ ചിരിച്ചിട്ടും അവരെന്നെ നോക്കി ചിരിച്ചില്ല എന്ന് പറഞ്ഞ്. പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, മോളെ വാപ്പിച്ചാണോ അതോ ഇക്കാണോ, എനിക്ക് ഓർക്കുന്നില്ല ആരാ പറഞ്ഞതെന്ന്. അത് ചിലപ്പം അവരുടെ ആ ഒരു നേച്ചർ അതായിരിക്കും. പക്ഷെ മോളൊന്നും വെച്ച് നാളെ കണ്ടവരെ ചിരിക്കാതിരിക്കരുത്, വീണ്ടും ചിരിക്കുക. അപ്പം അവർക്ക് അവർ ചിരിക്കും, ഉറപ്പായിട്ടും ചിരിക്കും അത്. കാരണം അവർ ചിലപ്പം വേറെ ഏതെങ്കിലും തിങ്ക് ചെയ്തുകൊണ്ട് പോയതായിരിക്കും, അതല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും, അതായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് എന്തെങ്കിലും പകയായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഒരു ചിരി കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എന്തുമാത്രം ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും. നമ്മളൊക്കെ ഇപ്പം നേടിയിരിക്കുന്ന നാളെ മരിച്ചു പോകുന്ന മനുഷ്യർ, പകയില്ലാതെ മരിച്ചു പോയാൽ അത്രയും സന്തോഷമല്ലേ? അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയുള്ള നോമ്പുകളെല്ലാം എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പം ചോദിക്കുക, നീ ദുആ ചെയ്യാൻ കയറി ഇരുന്നയാണോ എന്ന് ചോദിക്കുകയോ, ഇത്രയും നല്ലൊരിത് എന്നൊന്നും ചിന്തിക്കല്ലേ. ഞാൻ ഈ പറഞ്ഞു വന്ന ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഇനി മുതൽ ചിരിക്കാത്തവരൊക്കെ ഇതേ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചിരിച്ചു വെക്കുക, നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പം എല്ലാവരും ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, മനസ്സ് നല്ലതുപോലെ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെന്തുവാ, ഇല്ല വേറൊന്നുമില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രാവിലെ ഞാൻ ആശംസിച്ചു, എന്നാലും ഞാൻ ഓൺ വോയിസ് വന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ദിവസങ്ങളും നല്ലതാവട്ടെ. അപ്പോൾ ഓക്കേ.